അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല. സമ്മർദ്ദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ട നിർമ്മാണമോ ആണ്. ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? ഇതൊന്നും നിന്റെ അഭിപ്രായമായിരിക്കില്ല. ഏരിസ് റൊമാൻസ്. ഇന്ന് പ്രത്യേകമായ ഒരു അവസരമുണ്ടാകും. അതിനാൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ആസ്വദിക്കുവാനായി പുറത്തു പോകും. പുറത്തു കടന്ന് പട്ടണം ഇളക്കി മറിക്കുക. ഈ മുഴുവൻ ദിവസവും പരസ്പര ഐക്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. ഈ വിശ്രമവേളയും പങ്കാളിയുമൊത്തുള്ള ഈ സമയം നിങ്ങൾ അർഹിക്കുന്നതാണ്. ഏരിസ് കരിയർ. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഇന്ന് നിങ്ങൾ സുരക്ഷിതമായി വർത്തിക്കുകയാണെങ്കിലോ ആപൽക്കരമായവ നേരിടാൻ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയോ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിശയിക്കും. നിങ്ങൾക്ക് മുമ്പിൽ വിവിധ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ലഭിക്കും. അവയിൽ ചിലത് തികച്ചും സുരക്ഷിതവും ചിലവ കൂടുതൽ ആപൽക്കരവുമായിരിക്കും. ഇന്ന് നിങ്ങൾ എല്ലാ വശങ്ങളെയും ജാഗ്രതയോടെ വിലയിരുത്തുകയും ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റവും മൂലയും ശ്രദ്ധയോടെ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ തികച്ചും യൗവനത്തിലാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു വലിയ അവസരം ഏറ്റെടുക്കുന്നില്ല? ഏരിസ് ഫൈനാൻസ്. ഇന്ന് യാത്രയ്ക്കും ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങുവാനുമായിരിക്കും പണം ചിലവാകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം ദയാലുവാണ്. എന്നാൽ അതുമൂലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നു. അത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. താങ്ങാവുന്നതിൽ കൂടുതൽ ചിലവാക്കരുത്. എന്നാൽ നിങ്ങൾക്കും ലഭിക്കുന്നവർക്കും സന്തോഷമുണ്ടാകുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ മടിക്കേണ്ട. ചിലവാക്കാനുള്ള പണം കയ്യിലുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിനമാണിന്ന്. ഏരിസ് ഹെൽത്ത്. ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്കാവശ്യമുള്ള ആരോഗ്യ പരിശോധന നൽകുക. അവരുടെ പല്ലിന്റെ സംരക്ഷണം പൂർണ്ണമാണെന്നതും പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം എടുത്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കിതുവഴി ഇല്ലാതാക്കാം. സാധ്യതയുള്ള പ്രശ്നങ്ങൾ വെറുതെ കണ്ടില്ലെന്ന് നടിക്കരുത്. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഭയാശങ്കയുണ്ടായിരിക്കാം. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടായേക്കാം. എന്നാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് അനുയോജ്യമോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. അനുയോജ്യമല്ലെങ്കിൽ ഈ ബന്ധം ദീർഘകാലത്തേക്കായി ഊട്ടിയുറപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാകും. ഈ വികാരങ്ങളുമായി ഇന്ന് മുന്നോട്ടു പോകാം. കാരണം ഇന്ന് ബന്ധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും ബന്ധങ്ങളെ പുതിയ തലത്തിലേക്ക് എത്തിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കും യോജിച്ച ദിനമാണ്. ടോറസ് കരിയർ. നിങ്ങളുടെ പൂർത്തിയാകാത്ത എല്ലാ പദ്ധതികളും ഇന്ന് പൂർത്തിയാവും. ഇവയ്ക്കെല്ലാത്തിനും ഒരു അന്തിമമായ പുനരവലോകനം വേണം. എന്നതിനൊപ്പം നേരിയ തോതിൽ അധ്വാനവും വേണം. ഇതിൽ ജോലി ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്യുക. വകുപ്പുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ചിലർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോയേക്കാം. ടോറസ് ഫൈനാൻസ്. സത്യമാകുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില സാമ്പത്തിക സ്കീമുകൾ ഇന്ന് നിങ്ങളെ ആകർഷിക്കും. അതെങ്ങനെയായിരിക്കുന്നുവെന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികളിൽ ആകൃഷ്ടരാകാതിരിക്കുക. അത് നിങ്ങൾക്ക് പണം നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ. നിലത്ത് നിൽക്കുവാൻ പഠിക്കുക. ടോറസ് ഹെൽത്ത്. ചെറിയ ദഹനക്കേടിന്റെ അസ്വസ്ഥത ഇന്ന് നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറുവേദനയും ഉണ്ടാകും. നിങ്ങൾക്കുള്ള ദുശീലങ്ങൾ മാറ്റിവെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ അതിനെയും മാറ്റിവെക്കുക. അവയിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനം നേടുക. അതിലുള്ള വിജയം നിങ്ങളുടെ ശാരീരിക സ്വാസ്ഥ്യം ഉയർത്തുക മാത്രമല്ല മൂഡും നന്നാക്കും. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല. സമ്മർദ്ദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ട നിർമ്മാണമോ ആണ്. ഒരു ദിവസം കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? ജെമിനി റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്നെല്ലാം ശുഭമാണ്. നിങ്ങൾ നിങ്ങളുടേതുപോലത്തെ തൊഴിൽ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ജീവിത പങ്കാളി എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയെ കാണുകയും ഇന്ന് തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ജീവിത പങ്കാളി എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും അവരുടെ വിവാഹ അഭ്യർത്ഥന നിരസിക്കാനാകാതെ വരികയും ചെയ്തേക്കാം. ജെമിനി കരിയർ. മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ദിനമാണിന്ന്. ഒരു സ്ഥാനക്കയറ്റത്തിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനായി ഇന്ന് അശ്രാന്ത പരിശ്രമം തന്നെ നടത്തുക. നിങ്ങളെ ഒരു സ്ഥാനക്കയറ്റത്തിനായി തിരഞ്ഞെടുത്തേക്കാം. നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം വളരെ ഉച്ചസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങൾക്ക് ഗുണമുണ്ടാകാവുന്ന ഒരു സ്ഥലത്തെ അത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. ജെമിനി ഫൈനാൻസ്.
ജോലിസ്ഥലത്ത് നിങ്ങളുടെ പദ്ധതിക്ക് പുരോഗമനമൊന്നുമില്ലെന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉന്നമനമില്ലെന്നും നിങ്ങൾ ഈയിടെയായി തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനം ഫലിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ചില തടസ്സങ്ങൾ നിങ്ങൾ കടക്കുന്നു. ഈ നല്ല കാലം നിങ്ങളുടെ സാമ്പത്തിക ഔദ്യോഗിക ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗിക്കുക. അവ നേടാവുന്നതേയുള്ളൂ. ജെമിനി. ഹെൽത്ത്. വഴിയിലിറങ്ങുമ്പോൾ വളരെ കരുതലോടെ ഇരിക്കുക. കഴിയുമെങ്കിൽ ഇന്ന് വണ്ടി ഓടിക്കാതിരിക്കുക. യാത്രകൾക്ക് തികച്ചും അനുകൂലമല്ലാത്ത ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളെല്ലാം ഒഴിവാക്കുക. പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സുരക്ഷ നേടുന്നതാണ് നല്ലത്. ക്യാൻസർ. ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് സംയമനവും തിരിച്ചറിവും വ്യക്തമായി അടയാളപ്പെടുത്തണം. ഈ ശാന്തമായതും തിരിച്ചറിയാവുന്നതുമായ മനസ്സ് എല്ലാവരുടെയും മനസ്സിൽ ഒരു തിരുനാളമായി കൂടുതലായി ഇത് നിങ്ങളെ എത്ര സാഹചര്യത്തിലും പക്വതയോടെ നിൽക്കാനും പ്രവർത്തിക്കുവാനും ഇടയാക്കും. ക്യാൻസർ. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ പങ്കാളി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഒരുപക്ഷെ അവരുടെ മാനസികോന്മേഷം അതിന്റെ ശരിയായ നിലയിലായിരിക്കില്ല. അവർ അവരുടെ ആവശ്യങ്ങൾ പറയുകയായിരിക്കാം. അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇരു ചെവികളും ഹൃദയവും തുറന്നു തന്നെ കേൾക്കുക. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുവെന്നും അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുവെന്നും കാണിച്ചാൽ നിങ്ങളുടെ ബന്ധം ഇന്ന് പുഷ്പിക്കും. ക്യാൻസർ. കരിയർ. നിങ്ങളുടെ ജോലിയിലെ കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ഉന്നത സ്ഥാനത്തും നിങ്ങളുടെ കഠിനാധ്വാനം ലാഭം നൽകുമെന്നും കാണാം. ജോലിയിൽ ഉൽപാദനക്ഷമത വഴി ലാഭം നേടുന്ന തൊഴിലാളികൾക്ക് ഇന്ന് ചില പ്രതിഫലം വരുന്നതായി കാണാൻ കഴിയും. നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുകയും അത് തീർച്ചയായും സാമ്പത്തികമായി ഇന്ന് പ്രതിഫലം നൽകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഇതിനെ മടിയനാകുന്നതിനുള്ള ഒരു കാരണമായി ഉപയോഗിക്കരുത്. എങ്കിലും നിങ്ങളുടെ കഴിവുകൾ കുറയുന്നതിലൂടെ നിങ്ങളുടെ നേട്ടങ്ങൾ ബാഷ്പീകരിച്ചു പോവാം. ക്യാൻസർ. ഫൈനാൻസ്. ഈയിടെയായി നിങ്ങൾ നിങ്ങളുടെ വരുമാനം ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും. അത് ലഭിക്കുവാൻ വളരെയധികം സമയമെടുത്തുവെങ്കിലും നിങ്ങളുടെ ക്ഷമയും കാത്തിരിപ്പും ഫലം കണ്ടിരിക്കുന്നു. ഈ പണം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. അതുവഴി ലഭ്യമാകുന്ന ഗുണങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ക്യാൻസർ. ഹെൽത്ത്. ചിലപ്പോൾ ചില അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാക്കാം. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളെക്കാൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതൽ കാണുന്നുവെന്നത് ശ്രദ്ധിക്കുക. കോപം, ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം എന്നിവയ്ക്കുണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അതുമൂലം നിങ്ങൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതരാകുക. അത് നിങ്ങൾക്ക് സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു ജീവിതം നൽകും. ലിയോ. ഓവർവ്യൂ. നിങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ ഉണ്ടാകണം. കാരണം അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലും വീട്ടിലും കൂടെ ജോലി ചെയ്യുന്നവരിലും ആകാം. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയെന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു തെറ്റായ വാക്കുപോലും സംസാരത്തിൽ വരരുത്. ഇത് നിങ്ങൾ ശ്രദ്ധാലുവായാൽ നിങ്ങളിൽ പുതിയ ഒരു ലോകം തന്നെ ഉണ്ടാക്കും. ലിയോ. റൊമാൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കണം. നിങ്ങളുടെ ഈ ദീർഘകാല ബന്ധത്തിലേക്ക് പുതുമകൾ കൊണ്ടുവരുവാനായി ക്രിയാത്മകമായി ചിന്തിക്കുക. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുവാനായി എടുക്കുന്ന പ്രവൃത്തികൾ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ ബന്ധത്തിലുള്ള അമിത സ്നേഹവും വൈകാരികതയും ഇന്ന് പൂവിടുവാൻ തുടങ്ങും. ലിയോ. കരിയർ. കഴിയുമെങ്കിൽ നിങ്ങളുടെ വിദഗ്ധോപദേശം ആവശ്യമുള്ള ഒരു സുഹൃത്തിനെ സഹായിക്കുക. അവർക്ക് വേണ്ടി കാര്യങ്ങൾ സ്വയം ചെയ്തു കൊടുക്കാതെ അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആവശ്യ സമയത്തുള്ള നിങ്ങളുടെ ഈ സഹായം വിലമതിക്കപ്പെടും. ഈ സുഹൃത്തിന്റെ സഹായം പിന്നീടൊരിക്കൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ ചില വിഷമഘട്ടത്തിൽ നിങ്ങൾക്ക് സഹായകരമായേക്കാം. അതുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെത്തുമെന്ന് മറക്കാതിരിക്കുക. ലിയോ. ഫൈനാൻസ്. ഇന്ന് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ പറ്റിയ ദിനമാണ്. പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ സാൻമാർഗിക നിക്ഷേപത്തിൽ താൽപര്യം കാണിക്കുന്നതുകൊണ്ട്. ഈയിടെയായി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആടി ഉലയുവാൻ കൊതിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ശരിയായ കാര്യത്തിന് മാത്രം വിനിയോഗിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഒട്ടൊന്ന് വഴിതിരിച്ചു വിടുവാനും ആകുമെങ്കിൽ ഏതെങ്കിലും ധർമ്മസ്ഥാപനത്തിന് കുറച്ച് സംഭാവന കൊടുക്കുവാനുമുള്ള ദിനമാണ്. ലിയോ. ഹെൽത്ത്. സാങ്കല്പികമായ ഭയം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് തടയാകുവാൻ അനുവദിക്കരുത്. അത് അനാവശ്യമാണെന്നും യുക്തിഹീനമാണെന്നും അമിതമായി ആലോചിക്കുന്നതുകൊണ്ടാണെന്നും മനസ്സിലാക്കുക. സ്ഥിരമായ വേവലാതികൾ ആരോഗ്യത്തിന് ഹാനികരമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ശാരീരിക അവസ്ഥയിലാണെന്നും നല്ല ഭക്ഷണം കഴിക്കുന്നുവെന്നും വ്യായാമം ദിനചര്യയാണെന്നും അത് നിങ്ങളുടെ സ്വാസ്ഥ്യം നിലനിർത്തുന്നുവെന്നും നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. വെർഗോ. ഓവർവ്യൂ. യാത്ര അടുക്കാറായി. അവസാനഘട്ട ഒരുക്കങ്ങൾക്ക് ഇന്നാണ് സമയം.
താരതമ്യേന അസ്വസ്ഥതകൾ ഇല്ലാത്തതും രസകരമായ അനുഭവങ്ങൾ ഏറെ ഉള്ളതാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തെങ്കിലുമാകട്ടെ, തീരുമാനമെടുക്കുക, മുന്നോട്ടു പോവുക. വിസമ്മതങ്ങളൊന്നുമില്ലാതെ ദിനമാവട്ടെ ഇന്ന്. Virgo, റൊമാൻസ്. ഇപ്പോൾ നിങ്ങൾ അനുരാഗത്തിലാകയാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സ്വയം അറിയുക. ഊർജം അതിന്റെ ഉത്തുംഗത്തിൽ തൊക്കുപോലും തിളങ്ങുന്നു. നിങ്ങളുടെ മനസ്സാകട്ടെ പങ്കാളിയെക്കുറിച്ചുള്ള ചിന്തയാൽ നിറഞ്ഞുകൊണ്ട് മറ്റൊന്നിലും നിൽക്കാതെ അലയുകയാണ്. കാലുകൾ നിലത്തുതന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ശ്രമിക്കുക. അതേസമയം സ്നേഹമെന്ന ഈ ജീവിതാനുഭവം ആവോളം ഒരുക്കൂട്ടുക. Virgo, കരിയർ. നിങ്ങൾ ഒരു പുതിയ ജോലിക്കായി അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഇന്റർവ്യൂ കോൾ വരും. പുതിയ ജോലിക്കുള്ള അവസരം തെളിയുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ റെസ്യൂം ശരിയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നുവെന്നും നന്നായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒരു മാറ്റത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒരുതരം അരക്ഷിതത്വം ഉണ്ടാകുമെങ്കിലും പിന്നീട് ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് മനസ്സിലാകും. Virgo, ഫൈനാൻസ്. വിദേശികളും വിദേശവും ഇന്ന് നിങ്ങൾക്ക് നല്ല കച്ചവട അവസരങ്ങൾ നൽകും. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വിദേശികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടോ ആണെങ്കിൽ ഇന്നത്തെ ദിനം വളരെ തിളക്കമുള്ളതാണെന്ന് കാണുന്നു. ഇന്നത്തെ ഈ ലാഭദായകമായ ദിനത്തിൽ നിന്നും ഗുണം കൊയ്യുവാനായി കുറച്ചധിക സമയം ജോലി ചെയ്യുക. അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ ആവോളം കൊയ്യുക. നിങ്ങളുടെ ഇന്നത്തെ കഠിനാധ്വാനം തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് നിക്ഷേപത്തിൽ പ്രതിഫലിക്കും. Virgo, ഹെൽത്ത്. നിങ്ങളുടെ സ്വാസ്ഥ്യസ്ഥിതി ഇന്ന് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റവും വളരെ ഉയർന്ന നിലയിലായിരിക്കും. നിങ്ങളുടെ നല്ല ശാരീരിക അവസ്ഥയ്ക്ക് നന്ദി. ഇന്നത്തെ ദിനം ആനന്ദിക്കുക. അടുത്തുള്ള ജിമ്മിലേക്ക് നടക്കുക. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കുവാൻ പറ്റിയ ശാരീരിക മാനസിക അവസ്ഥയിലാണ് നിങ്ങൾ. മടിക്കണ്ട, ഉടനാകട്ടെ. Libra, ഓവർവ്യൂ. ഇന്നത്തെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഉന്നതിയിലാണ്. നിങ്ങളുടെ ഉൽപാദന പരിധിക്ക് നിങ്ങൾക്ക് പ്രശംസകൾ സാവീകരിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഉൽപാദനപരതയും നല്ല ഊർജത്തിന്റെ വ്യാപാരവും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ തുടരുന്നതിന് സഹായിക്കും. ഇന്ന് നിങ്ങൾ തീർച്ചയായും ചില തടസ്സങ്ങളെ തരണം ചെയ്യും. Libra, റൊമാൻസ്. ഇന്ന് അനുരാഗത്തിനുള്ള അനന്ത സാധ്യതകൾ കാണുന്നു. ഇതിനു മുമ്പ് ഒരു പങ്കാളിയെ ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തവരിൽ നിന്ന്. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആ വിശിഷ്ട വ്യക്തിക്കായി കണ്ണു തുറന്നു വയ്ക്കുക. നിങ്ങൾ അവരെ ഒരു പങ്കാളിയെന്ന നിലയിൽ ചിന്തിച്ചിരുന്നില്ല, എന്നാൽ അവർ ചിന്തിച്ചിരുന്നു. Libra, കരിയർ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തെ വിപുലപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ സെമിനാറിൽ പങ്കെടുക്കും. നിങ്ങളുടെ ബിസിനസ് കാർഡുകൾ കയ്യിൽ വയ്ക്കുകയും അവ വിതരണം ചെയ്യുകയും ചെയ്യുക. ഉപകാരപ്രദമായ ചില ബന്ധങ്ങൾ ഇതിൽ നിന്നും വളരാം. Libra, ഫൈനാൻസ്. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ എന്നിവയെ കൂടാതെ നിങ്ങൾ മറ്റ് രംഗങ്ങളിലും നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘകാല ലാഭത്തിനായി വ്യാപാര സമുച്ചയം അല്ലെങ്കിൽ ഗാർഹിക സമുച്ചയം എന്നിവയിൽ നിക്ഷേപിക്കുക. ഇന്ന് ഒരു വസ്തു തിരഞ്ഞുപിടിക്കണമെന്നല്ല. ഇന്നു മുതൽ നിങ്ങൾ ഈ ഗവേഷണം തുടങ്ങുകയാണെങ്കിൽ അത് നല്ല ഫലം നൽകുമെന്നർത്ഥം. Libra, ഹെൽത്ത്. മാനസിക ആയാസം കുറയും. അതുകൊണ്ട് തന്നെ ആശ്വാസവും തോന്നും. ഇന്ന് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മൊത്തത്തിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിത രീതി നിങ്ങൾക്ക് സൗഖ്യം തരുന്നു. ഈ സൗഖ്യത്തിന്റെ മുഴുവനും ആസ്വദിക്കുക. വീടിന് പുറത്തുള്ള കായിക വ്യായാമങ്ങൾ ആസ്വദിക്കുക. അല്ലെങ്കിൽ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നതുപോലെ ജിമ്മിൽ ചേരുക. നിങ്ങളുടെ ആരോഗ്യത്തിനാവശ്യമായ ഈ അനുക്രിയകൾ ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യും. Scorpio, ഓവർവ്യൂ. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനപരവുമായിരിക്കും. സാമൂഹ്യ പരിപാടികൾ താങ്കളിൽ സന്തോഷമുളവാക്കുകയും ഈ അടുത്തായി ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ സ്വയം അഭിനന്ദിക്കുകയും ചെയ്യും. പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കുറച്ചു സമയം കണ്ടെത്തുകയും പുതിയ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഭയപ്പെടാതിരിക്കുകയും ചെയ്യുക. താങ്കളുടെ വ്യത്യസ്ത താൽപര്യങ്ങൾ കണക്കിലെടുക്കുകയും അവ ആനന്ദിക്കുകയും ചെയ്യുക. Scorpio, റൊമാൻസ്. ഇന്ന് അനുരാഗ ജീവിതത്തിൽ ആവശ്യം വേണ്ടത് ക്ഷമയും മാപ്പ് നൽകലുമാണ്. ഈ അടുത്ത കാലത്തെ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായിക്കാണാം. എന്നാൽ ഇന്ന് പരസ്പരം സംസാരിക്കുവാനും മാപ്പ് കൊടുക്കുവാനും മറക്കാനുമുള്ള ദിനമാണ്. ഉണ്ടായ വഴക്കിനെ മൂടിപ്പുതപ്പിച്ച് കിടത്താതിരിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ അതൊരു ദിനം വീണ്ടും തലപൊക്കും, നിങ്ങളെ വേട്ടയാടുകയും ചെയ്യും. വ്യക്തമായി സംസാരിക്കുക, പങ്കാളിക്ക് മാപ്പ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബന്ധം വീണ്ടും എളുപ്പം ശരിയായ പാതയിലേക്ക് എത്തിക്കും. Scorpio, കരിയർ. നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ നിങ്ങളെ അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക് നിർബന്ധിതമാക്കും. നിങ്ങളുടെ തമാശകൾ അടക്കി വയ്ക്കുക. എന്തെന്നാൽ ഇതുകൊണ്ട് ചില ചില്ലറ ദോഷങ്ങൾ ഉണ്ടാകും.
നിങ്ങളുടെ ഭാഗം ശരിയായും മറ്റേയാളുടെ ഭാഗം തെറ്റുമാണ് എങ്കിൽ പോലും വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് നിർബന്ധിപ്പിക്കുക എന്നത് പ്രധാനമാണ്. സംഗതി വഷളാവുന്നതിന് മുമ്പ് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. Scorpio, ഫൈനാൻസ്. വ്യാപാര രംഗത്ത് പുതിയ ആശയങ്ങളോട് പെട്ടെന്ന് അനുഭാവപൂർവ്വം പ്രതികരിക്കുവാൻ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്തുക. സാമ്പത്തിക വിജയം കൈവരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ഗൗരവമേറിയ പ്രയത്നം വേണ്ടിവരും. വ്യാപാര താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിന് കഠിനാധ്വാനമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന് ഓർത്തിരിക്കുക. ഇടയ്ക്കിടെ നിങ്ങൾക്ക് ചില ഭാഗ്യങ്ങൾ കൈവന്നേക്കാം. എന്നാൽ നിങ്ങളുടെ താൽപ്പര്യം ദീർഘകാലത്തിലെ വ്യാപാര വിജയമായിരിക്കണം. Scorpio, ഹെൽത്ത്. നിങ്ങൾക്ക് അലർജി വരാറുണ്ടെങ്കിൽ അതിനായുള്ള മരുന്നുകൾ കൈവശം വയ്ക്കുക. സൈനസിന്റെയും തലവേദനയുടെയും ശല്യം നിങ്ങളെ അലട്ടും. അതുകൊണ്ട് തന്നെ ഓഫീസിൽ അമിതമായി ജോലി ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് വിശ്രമിക്കുക. നിങ്ങൾക്ക് വീണ്ടും സ്വാസ്ഥ്യം ലഭിക്കും. Sagittarius, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ തപാൽപ്പെട്ടി നോക്കുക. കുറച്ച് നല്ല വാർത്തകൾ വന്നത് ചിലപ്പോൾ വിദേശത്തു നിന്നായിരിക്കാം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സർവകലാശാലയിലേക്കുള്ള സ്കോളർഷിപ്പോ അല്ലെങ്കിൽ അഡ്മിഷനോ ആയിരിക്കും. അത് ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാനുള്ളതായിരിക്കുന്നതാണെങ്കിൽ ഇമെയിലും തപാലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എന്തെന്നാൽ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളായിരിക്കും. Sagittarius, റൊമാൻസ്. നിങ്ങളെ അതീവമായി സന്തുഷ്ടമാക്കുന്ന ഒരു ചെറിയ സമ്മാനം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കും. ഈ സമ്മാനം ഒരു ആശ്ചര്യമായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ചിന്താശീലമുള്ള ഈ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിനെ മതിക്കും. ഇത് നിങ്ങളിലെ ഊഷ്മള വികാരങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകും. അതുവഴി നിങ്ങളുടെ ബന്ധത്തിലെ അനുരാഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യും. Sagittarius, കരിയർ. നിങ്ങൾ ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു രംഗത്തോ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ വിദേശത്തുള്ള സാധ്യതകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കാണാം. ഇവ വളരെ രസകരമായും പ്രത്യാശ ജനിപ്പിക്കുന്നതായും ആയതിനാൽ നിങ്ങൾ ഇത്തരം സാധ്യതകളിൽ ഏതെങ്കിലും ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ പോലും ഇവ മുൻകൂട്ടി നന്നായി പരിശോധിക്കണം. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സുഖസൗകര്യങ്ങളുള്ള മേഖല ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉന്നതിയിലുള്ള തൊഴിൽ രംഗം വിസ്തൃതമായി വികസിക്കുന്നതായി കാണാം. Sagittarius, ഫൈനാൻസ്. കടകളിൽ കയറിയിറങ്ങുവാനും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തു വാങ്ങുവാനും ഇന്ന് ആഗ്രഹം തോന്നും. ഇടയ്ക്കൊക്കെ ഒന്ന് അയയുന്നതിലും കുറച്ച് തമാശകളാകുന്നതിലും കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഇന്ന് പണസഞ്ചി വല്ലാതെ തുറന്നു വെക്കണ്ട. വെറും രസത്തിനായുള്ള വാങ്ങലുകളും നിങ്ങളുടെ ബജറ്റും തമ്മിൽ നല്ലവണ്ണം സമതുലിതാവസ്ഥ വയ്ക്കും. Sagittarius, ഹെൽത്ത്. ഇന്ന് വാഹനം ഓടിക്കരുതെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നു. മുകൾ ഭാഗമടക്കാത്ത വാഹനമാണെങ്കിൽ പ്രത്യേകിച്ചും ഒഴിവാക്കാമായിരുന്നു അപകടങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ വഴിയിലാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിനമാണ്. ഇന്നത്തെ ദിനം മുഴുവനും നിങ്ങൾ കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുവാനും മോട്ടോർ സൈക്കിളിലാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുവാനും മറക്കരുത്. Capricorn, ഓവർവ്യൂ. എത്ര തന്നെ പ്രകോപനം ചെലുത്തുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ സ്നേഹിതരുമായി വഴക്കിടാതിരിക്കുക. എല്ലാവിധ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. എല്ലാവിധ പ്രശ്നങ്ങളെയും വളരെ ശാന്തമായി സമീപിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ പറ്റൂ. നിങ്ങൾ ശാന്തതയോടും സൗമ്യതയോടും കൂടി പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്നേഹിതൻ നിങ്ങളെ അനുസരിക്കുകയുള്ളൂ. Capricorn, റൊമാൻസ്. കൂട്ടാളിയുമായി ഇന്നുണ്ടാകുന്ന ചെറിയ ഒരു ഉരസൽ കഠിനമായ ഒരു നിലപാടെടുക്കുന്നതിലും ഇന്ന് നിങ്ങൾക്ക് നല്ലത് അവരുമായി രമ്യതയിൽ എത്തുന്നതാണ്. ഇന്നത്തെ ഈ പ്രശ്നം സത്യത്തിൽ വളരെ നിസ്സാരമാണ്. നിങ്ങളെക്കാൾ നിങ്ങളുടെ കൂട്ടാളിയെ അത് ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുദ്ധം വളരെ കരുതലോടെയാകട്ടെ. Capricorn, കരിയർ. സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിന് സാധ്യതകൾ വളരെ ശോഭനമാണ്. ബ്യൂറോക്രസിയുമായി ഇന്ന് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇടപഴകുവാൻ നിങ്ങൾക്കാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. എല്ലാം സുഗമമായി ഇന്ന് പോകും. അതുകൊണ്ട് തന്നെ ഈ ശുഭദിനം കൈമുതലാക്കി ആകാവുന്നത്ര ജോലികൾ പൂർത്തീകരിക്കുക. Capricorn, ഫൈനാൻസ്. നഷ്ടങ്ങളെക്കുറിച്ചും പണക്കുറവിനെക്കുറിച്ചും നിങ്ങൾ ഇന്ന് ജാഗരൂകരായിരിക്കണം. നിങ്ങൾ ധാരാളം അധ്വാനിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കായികയെന്ന വിഷമവൃത്തത്തിലാണ് നിങ്ങൾ. വലിയ തുകകൾ ഇന്ന് നിങ്ങളുടെ കൈവശം വരുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വലിയ തുകകൾ ഇന്ന് കൈമാറ്റം ചെയ്യാതിരിക്കുക. അശ്രദ്ധ ഇന്ന് നിങ്ങളെ കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലെത്തിക്കും. Capricorn, ഹെൽത്ത്. നല്ല മൂഡും ആത്മവിശ്വാസവും ഇന്ന് നിങ്ങളുടെ സ്വാസ്ഥ്യത്തെ ഉയർത്തുന്നു. സന്തോഷവും തനിക്കതിനാകുമെന്ന ആത്മവിശ്വാസവും ഒരുപക്ഷെ അസുഖങ്ങൾ തന്നെ മാറ്റുവാനുതകുന്ന ശക്തിദായകമാകുന്നു.
അത് ശാരീരികവും വൈകാരികവുമായ സ്വാസ്ഥ്യം നൽകുന്നതായി നിങ്ങൾക്കിന്ന് കാണാം. വ്യായാമം പോലെ മൂഡ് ഉയർത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നത് കാണാറാകും. Aquarius. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ സന്തുഷ്ടവും ആനന്ദവും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. ഈ അവസരം മുതലെടുത്ത് വീട്ടുകാരും കൂട്ടുകാരുമായി ബന്ധപ്പെടുക. എല്ലാവരുമായി ഒത്തുകൂടി എല്ലാ പ്രയാസങ്ങളും ഇന്ന് മറക്കുക. Aquarius. റൊമാൻസ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സുഹൃത്തിൽ നിന്നും ലഭിക്കാവുന്ന പ്രസ്താവം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. ഇതിൽ ഇടപെട്ട് നിങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധം മോശമാക്കണോ എന്നുവരെ നിങ്ങൾ ആലോചിക്കും. പ്രതിജ്ഞാബദ്ധമായ ഒരു ബന്ധത്തിന് ഇപ്പോൾ നിങ്ങൾ തയ്യാറാണോ എന്നും നിങ്ങൾ ആലോചിച്ചേക്കാം. ഇതെല്ലാം ആലോചിക്കുവാനുള്ള സമയമെടുക്കുക. നിങ്ങളുടെ ചേതനകളെ വിശ്വസിക്കുക. Aquarius. കരിയർ. ഒരു പുതിയ ജോലി നിങ്ങളിലെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കും. സ്ഥാപനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഫലം നൽകുമെന്നതാണ്. ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുവാൻ അവസരം ലഭിക്കുന്നതിനോടൊപ്പം അത് നിങ്ങളുടെ സാങ്കേതിക കഴിവിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് വിജയം കൈവരിക്കുക. അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. Aquarius. ഫൈനാൻസ്. നിങ്ങൾ വ്യാപാരിയാണെങ്കിൽ ഇന്ന് പുതിയ സംരംഭങ്ങളോട് ഒരു ശ്രദ്ധയോടുകൂടിയ സമീപനം ആവശ്യമാണ്. വളരെയധികം പണം മുടക്കേണ്ടുന്ന വലിയ പദ്ധതികൾ ഇന്ന് ഏറ്റെടുക്കാതിരിക്കുക. കാരണം ഇന്നത്തെ ദിനം അത്തരം പദ്ധതികൾക്ക് പണം മുടക്കുവാൻ ഉചിതമല്ല. ഒന്നുകിൽ താഴ്ന്ന മുതൽ മുടക്കുള്ള പദ്ധതികളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഇത്തരം ഉയർന്ന മുതൽ മുടക്കുള്ള പദ്ധതികളുടെ കടലാസുകളിൽ ഒപ്പുവെക്കുന്നതിന് ഉചിതമായ ഒരു ദിനത്തിനായി കാത്തിരിക്കുക. Aquarius. ഹെൽത്ത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പരിക്കു പറ്റുവാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ടുതന്നെ മൂർച്ചയുള്ള ആയുധങ്ങളുമായി പെരുമാറുമ്പോൾ സൂക്ഷിക്കുക. മൂർച്ചയുള്ള കത്തിയെടുത്ത് അടുക്കളയിൽ പെരുമാറുമ്പോൾ പരിക്കു പറ്റുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിസ്ഥലത്തുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ എന്നിവയിൽ നിന്നും പരിക്കുപറ്റാം. കുറച്ചു കൂടുതൽ തന്നെ ശ്രദ്ധിക്കുക. Pisces. ഓവർവ്യൂ. സ്നേഹിതരോടൊപ്പമുള്ള യാത്രയ്ക്ക് ഇന്ന് നല്ല ദിവസമാണ്. ആനന്ദകരമായ യാത്രകൾ വിഭാവനം ചെയ്യും. Pisces. റൊമാൻസ്. ഗ്രഹങ്ങൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മൂല്യത്തിന്റെ ശക്തി പകരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായമോ ഉപദേശമോ ചോദിക്കുവാൻ മടിക്കരുത്. അവർക്ക് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനനുസരിച്ച വിവരങ്ങളെ നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവ നിങ്ങളും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും. പരസ്പരം ഇന്ന് കൂടുതൽ കരുത്ത് നൽകുക. Pisces. കരിയർ. നിങ്ങൾ ഈയിടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെങ്കിൽ നിങ്ങളെ തേടി ആ നല്ല വാർത്ത ഇന്നെത്തും. നിങ്ങൾ ക്ഷമയോടെ എന്നാൽ ആകാംക്ഷയോടെ ഈ ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും. നല്ലത് വരട്ടെ. Pisces. ഫൈനാൻസ്. അടുത്തയിടെ നിങ്ങൾ എടുത്ത സാമ്പത്തിക രംഗത്തെ ബാധിക്കാവുന്ന ഒരു തീരുമാനത്തിൽ ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഒരു വലിയ തുക ലോൺ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോലുള്ള എന്തോ ഒരു സ്ഥിര വരുമാന മാർഗം നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ആ ചെയ്ത തെറ്റിന് എങ്ങനെ എത്രയും പെട്ടെന്ന് തിരുത്താമെന്ന് ആലോചിക്കേണ്ട ദിനമാണിന്ന്. ഒന്നുകിൽ കൊടുത്ത കടം പെട്ടെന്ന് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഉടൻ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുക. നിങ്ങൾ എളുപ്പം നിങ്ങളുടെ പാതയിലേക്ക് തിരിച്ചെത്തും. Pisces. ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കണ്ണിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. ആർക്കും അസുഖമൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ മുഴുവൻ കുടുംബത്തിന്റെയും കണ്ണ് പരിശോധിപ്പിക്കുക. ഒരുപക്ഷെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിയും, അല്ലെങ്കിൽ ആർക്കും അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാകും. രണ്ടായാലും ഇത് ഇന്ന് അത്യാവശ്യമുള്ള ഒരു ആരോഗ്യ പരിശോധനയാണ്.